ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഹായ്, ഹരിയാണ് സംസാരിക്കുന്ന പ്രോ റൈഡിലോടെ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ TVS അപ്പാച്ചിയുടെ RTX 300 ADV ബൈക്ക് വീണ്ടും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് TVSന്റെ പുതിയ RTX 300 എന്ന് പറഞ്ഞ അവരുടെ മോട്ടോസോൺ എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷം നടന്ന ഇവന്റിൽ 2025 നടന്ന ഇവന്റിൽ അവര് കാണിച്ച ആ എഞ്ചിനെ അടിസ്ഥാനമാക്കിയാണ് ഈ മോഡൽ ഡെവലപ്മെന്റ് ചെയ്തേക്കുന്നത്. വീണ്ടും ടെസ്റ്റിംഗിന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ചിത്രം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂട്ടത്തിൽ 2-3 മോഡലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ പുതിയ ഹിമാലയൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഇതൊരു അഡ്വഞ്ചർ ബൈക്ക് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. അതായത് ഒരു ടൂറിംഗ് ബൈക്ക് ആണെന്നായിരുന്നു പലരും പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ഇതിന്റെ ഒരു ADV വേരിയന്റ്, ഓഫ് റോഡ് വേരിയന്റും ഓൺ റോഡ് ഓഫ് റോഡ് ഓടിക്കാനും ടൂറിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോഡലുകൾ വരാൻ സാധ്യതയുണ്ട്. അല്ല, TVSന്റെ CEO തന്നെയാണ് ഇത് ഓടിക്കുന്നത്. പുള്ളി AGVയുടെ ഒക്കെ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. TVS ആയിട്ടുള്ള കൊളാബറേഷൻ ആൽപൈൻ സ്റ്റാറിന്റെ റൈഡിംഗ് ജാക്കറ്റ് ഇട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ബാക്കിലോട്ട് വരുമ്പോൾ നമ്മുടെ അഡ്വഞ്ചർ 390 കാണാൻ സാധിക്കും. ഇപ്പോൾ മേ ബി അഡ്വഞ്ചർ 390യുടെ ഫീച്ചർ ചിലപ്പോൾ ചെക്ക് ചെയ്യാനും അതിന്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റി എല്ലാം ചെക്ക് ചെയ്യാനായിരിക്കാം അതും കൂടി ടെസ്റ്റ് ചെയ്യുന്നത്. മേ ബി ഈ വരാൻ പോകുന്ന TVSന്റെ ADV മോട്ടോർ സൈക്കിൾ 300cc ആയിട്ടുള്ള മേ ബി ഇതിനകത്ത് വാരിക്കോരി ഒരു ഫീച്ചർ നൽകാൻ സാധ്യതയുണ്ട്. അതായത് വാരിക്കോരി എന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒട്ടനവധി ഫീച്ചറുകൾ ഇതിനകത്ത് വരും. പിന്നെ ഓഫ് കോഴ്സ് അവര് നമ്മുടെ ഈ ഡൈനാമിക് കിറ്റ്, ഡൈനാമിക് പ്രോ കിറ്റ്, അങ്ങനെ കിറ്റുകൾ ഇറക്കി വിട്ട് ഇതിനകത്തും കിറ്റുകൾ ഇറക്കും. ഇതൊരു പ്രീമിയം ലെവൽ ഫീച്ചർ ആ കിറ്റുകളിൽ അവർ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ഫീച്ചറുകളെല്ലാം ഈ കിറ്റിലായിരിക്കും അവർ നൽകാൻ പോകുന്നത്. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോ അടുത്ത വർഷത്തെ മോട്ടോസോളിൽ ഈ സാധനം അൺവീൽ ചെയ്യും. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഓട്ടോ എക്സ്പോയിൽ ഈ സാധനം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്രാവശ്യത്തെ ഓട്ടോ എക്സ്പോയിൽ അവർ ഈ സാധനം പ്രദർശിപ്പിച്ചിരുന്നു. ശരിക്കും പ്രോപ്പർ ഒരു ഇങ്ങനെ മൂടിയിട്ടത് ക്യാമഫ്ലാഷ് ചെയ്യാത്ത രീതിയിൽ അവർ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ റെഡിയായ രീതിയിലുള്ള ഒരു മോഡൽ അവർ കാണിച്ചിരുന്നു. അപ്പോൾ ഈ വർഷം തന്നെ വണ്ടി വരുന്ന ഒരു സൂചന അന്നേ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ നമുക്ക് പലരുമായിട്ടും TVSമായിട്ട് ബന്ധമുള്ള ചില ആൾക്കാരൊക്കെ ആയിട്ട് എനിക്ക് സംസാരിക്കുമ്പോഴും അവരുമായിട്ടുള്ള അവരുടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഈ വർഷം തന്നെ ഈ മോട്ടോർ സൈക്കിൾ ഉണ്ടാവും. എന്തായാലും മോട്ടോസോളിലായിരിക്കും ഇത് അൺവീൽ ചെയ്തിട്ട് 2026 ഓട്ടോ എക്സ്പോയിൽ ഇത് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ആയിരിക്കും TVS ഇത് പ്ലാൻ ചെയ്യുന്നത്. ഫൈനൽ ടെസ്റ്റ് ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ TVSന്റെ CEO ഒക്കെ ഇത് ഓടിച്ചു നോക്കണമെങ്കിൽ അതായിരിക്കാം ലാസ്റ്റ് ടെസ്റ്റിംഗ് ആയിരിക്കും ഇതിന്റെ. എഞ്ചിൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതൊരു 300cc എഞ്ചിനാണ് അവർ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത എഞ്ചിൻ. എഞ്ചിൻ വെച്ചാണ് ഇത് വരാൻ പോണം. 35 bhp പവറും 28.5 Nm ടോർക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വില പരിശോധിക്കാൻ പോലെ 2.4 lakhs തൊട്ട് 2.7 lakhs വരെ വില വരാൻ സാധ്യതയുണ്ട്. അതിനിടയിലായിരിക്കും വില വരാം. പക്ഷെ ആൾറെഡി നമ്മുടെ BMW അവരുടെ ADV ബൈക്ക് നിർത്തിയത് കൊണ്ട് തന്നെ ഇതിനൊരു സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ മുമ്പ് ഞാൻ പല ഷോറൂമുകളിൽ അന്വേഷിച്ചപ്പോൾ TVS നമ്മുടെ റോണിനായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതെന്ന് കേട്ടിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അവരൊരു ADV ബൈക്കിന്റെ ഒരു സാധ്യത മനസ്സിലാക്കി അവര് ADV ബൈക്ക് കൊണ്ടുവന്നിരിക്കാൻ ശരിക്കും ലേറ്റ് ആയി പോയിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് ഡിലേ ആയിട്ടുണ്ട് ഈ മോട്ടോർ സൈക്കിൾ. കുറച്ചുകൂടി ഒന്ന് അവർക്ക് മുന്നേ ഇത് ലോഞ്ച് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇത് ടൈം എടുത്താണ് അവര് ഇത് ലോഞ്ച് ചെയ്യാൻ ഭയങ്കര ഡിലേ ആയി. എന്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടി നേരത്തെ അവർക്ക് ലോഞ്ച് ചെയ്യാമായിരുന്നു. ഇത് ഭയങ്കര ഡിലേ ആയിട്ടാണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലോഞ്ച് ആവാൻ പോകുന്നത്, ലോഞ്ച് ആയിട്ടില്ല, സോറി. ലോഞ്ച് ആവാൻ പോകുന്ന കുറച്ച് ഡിലേ ആയിട്ടാണ്. ശരിക്കും ഹിമാലയന്റെ ഫസ്റ്റ് ജനറേഷൻ വന്ന് കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ആ സാധ്യത മനസ്സിലാക്കിയിട്ട് എക്സ്പൾസ് ഒക്കെ വന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ഈ സെഗ്മെന്റിലോട്ട് കിടക്കാമായിരുന്നു. അവര് കുറച്ചുകൂടി ഇതിനെ മാർക്കറ്റിനെ സ്റ്റഡി ചെയ്താണ് അവര് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനൊരു പ്രതീക്ഷ നൽകുന്ന മോട്ടോർ സൈക്കിളാണ്. BMW എന്തായാലും അവരുടെ മോട്ടോർ സൈക്കിൾ പിൻവലിച്ച സ്ഥിതിക്ക് ഈ സെഗ്മെന്റിന് സാധ്യതയുണ്ട്. കാര്യം 300cc എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു പവറും ഉള്ള സെഗ്മെന്റും പിന്നെ അത്യാവശ്യം മൈലേജ് നൽകുന്ന സെഗ്മെന്റാണ്. ഒരു ടൂറിംഗ് മോട്ടോർ സൈക്കിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഇത് ഓഫ് റോഡ് സെൻട്രിക് വേരിയന്റും ഇതിന് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു. കാര്യം ഹിമാലയനൊക്കെ ഒരു ഓൺ റോഡ് ഓഫ് റോഡ് ഓടിക്കുന്ന മോട്ടോർ സൈക്കിൾ അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സ്പോക്ക് വീൽ വേരിയന്റ് വരാൻ സാധ്യതയുണ്ട്. മിക്കവാറും മേ ബി ട്യൂബ്ലെസ് വീൽ ആയിരിക്കും വരുന്നത്. അത് ചിലപ്പോൾ ഓപ്ഷണൽ ആയിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുക. അതായത് അവരുടെ കിറ്റിൽ ഉൾപ്പെടുത്തിയായിരിക്കും കൊണ്ടുവരിക. അങ്ങനത്തെ രീതിയിലായിരിക്കും. എല്ലാം ഒരു എക്സ്പെക്ടേഷൻ ആണ്. വന്നാൽ കൊള്ളാം. ഇപ്പോൾ റൂമറുകൾ കേൾക്കുന്നത് ടൂറിംഗ് മോട്ടോർ സൈക്കിൾ ആണെന്നാണ്. അത് TVSന്റെ ഒരു അഡ്വഞ്ചർ ടൂറർ വേരിയന്റ് ആണെന്നാണ് കേൾക്കുന്നത്.
പക്ഷെ എനിക്ക് ഹിമാലയന്റെ കൂടെ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു സ്പോക്ക് വീൽ വേരിയന്റും ഒരു ഓഫ് റോഡ് എൻട്രിക് വേരിയന്റും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ TVS അപ്പാച്ചി RTX 300 റെൻഡർ ഇമേജ് വന്നിരിക്കുകയാണ്. ഈ റെൻഡർ ഇമേജ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ BMW GS-നെയാണ്. അതാണ്ട് ഈ ഡിസൈൻ ഓൾമോസ്റ്റ് BMW നിർത്തിയ GS 310 RM 310 GS-ന്റെ ഒക്കെ ശരിക്കും അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ഡെവലപ്പ് ചെയ്തൊരു ഡിസൈൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ കാണിച്ചിരിക്കുന്ന റെൻഡർ ഇമേജ് ശരിയാവണമെന്നില്ല, ചിലപ്പോൾ ഇതിൽ മാറ്റങ്ങളൊക്കെ വന്നേക്കാം, ക്ഷമിക്കുക. ഇതൊരു അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിളാണ്. ഇതിനകത്ത് ഓഫ് റോഡിങ് മോഡുകൾ, റൈഡിങ് മോഡുകൾ ഉണ്ടാവും. ഓഫ് റോഡ്, റെയിൻ, അതേപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോളായിരിക്കും വരിക. TVSന്റെ തന്നെ ബോഡി നെയിമിലും തന്നെ ADV ബൈക്കായ RTX 300 യൂസ് ചെയ്യാൻ പോകുന്ന എഞ്ചിൻ TVS തന്നെ ഡെവലപ്പ് ചെയ്ത RTX D4 എന്ന് പറഞ്ഞ എഞ്ചിൻ, അതായത് 299 cc ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. പവർ തന്നെ 35 HP, ടോർക്ക് തന്നെ 28.5 Nm ടോർക്കുമാണ് ചെയ്യുന്നത്. ഇതിന് നൽകാൻ പോകുന്ന 19 ഇഞ്ചിന്റെയും 17 ഇഞ്ചിന്റെയും അലോയ് വീലാണ്. ഇതൊരു അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെയാണ് 312 cc അവരുടെ എഞ്ചിൻ യൂസ് ചെയ്യാത്ത. അഡ്വഞ്ചർ ബൈക്കിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ട്യൂണിങ് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ നിലവിലുള്ള 312 cc എഞ്ചിൻ മാറ്റങ്ങൾ അതിന്റെ ട്യൂണിങ്ങിൽ വ്യത്യാസം വരുത്തണത് തന്നെ. അതിനും നല്ലത് അവർക്ക് പുതുതായ ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നതാന്നുള്ള ചിന്താഗതി കൊണ്ടായിരിക്കാം പുതിയ എഞ്ചിൻ ഡെവലപ്പ് ചെയ്ത് ഇതിന് നൽകിയത്. ഇതൊരു സേഫ് സോണിലെ കഴിവാണ് TVS കളിക്കുന്നത്. അല്ല, ഈ 300 cc ആയതുകൊണ്ട് തന്നെ TVSന് വില പിടിച്ചെടുത്താൻ സാധിക്കും. 312 cc എഞ്ചിനാണ് നൽകിയിരുന്നെങ്കിൽ ഒരു 4 ലക്ഷത്തിന്റെ ഇടയിൽ ഇതിന് പ്രൈസിങ് കൊടുക്കേണ്ടി വരും. 4 ലക്ഷം 3 ലക്ഷത്തിന്റെ ഇടയിൽ. അതിന് താഴെ TVSന് പ്രൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഓൺലൈൻ മീഡിയാസിന്റെ റൂമർ പ്രകാരം അടുത്ത മാസം TVSന്റെ ADV ബൈക്ക് RTX 300 ലോഞ്ച് ചെയ്യുമെന്നാണ് ഇത് പറയുന്നത്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. വന്നാൽ കൊള്ളാമെന്ന് അഭിപ്രായമേ ഉള്ളൂ. അങ്ങനെയായിരുന്നെങ്കിൽ അവര് ഡൽഹിയിൽ നടന്ന ഓട്ടോ എക്സ്പോയിൽ ഇത് പ്രദർശിപ്പിച്ചായിരുന്നു. ഇത് അടുത്ത മാസമല്ല, വരുന്ന ഓട്ടോ എക്സ്പോയില് കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ ഇത് പ്രദർശിപ്പിച്ചേനെ. അവർ ഓട്ടോ എക്സ്പോയില് ഒരു ദിവസം പ്രദർശിപ്പിച്ച് ഇത് ഒഴിവാക്കിയ ഈ മോഡൽ എന്തായാലും അടുത്ത ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച് ഇത് ലോഞ്ച് ചെയ്യാനുള്ള പ്ലാനിങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ മോട്ടോർ സൈക്കിൾ നേരത്തെ ലോഞ്ച് ചെയ്ത കൊള്ളാമെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഈ മോട്ടോർ സൈക്കിളിന് ഒരു ഓഫ് റോഡ് ആൻഡ് സ്പോക്ക് വീല് വേരിയന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ മേ ബി എല്ലാ ആൾക്കാരും ഒരു അഡ്വഞ്ചർ ബൈക്ക് ഇപ്പൊ ഒരു ട്രെൻഡിന്റെ പുറത്തിറക്കണ, അതിന്റെ കൂടെ കൂടുതൽ ആക്സസറീസ് ഇറക്കാം, അതിന്റെയൊക്കെ സെയിൽ ഇറക്കും. അങ്ങനെയൊക്കെ ചില ചിന്താഗതികൾ ഇതിനകത്തുണ്ട്. എന്തായാലും വരട്ടെ. എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വരാൻ പോകുന്ന അടുത്ത മോട്ടോർ സൈക്കിളിനെ പരിചയപ്പെടാം. അങ്ങനെ TVSന്റെ ഒരു പാറ്റന്റ് ഇമേജ് ലീക്ക് ആക്കിയിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, അവരുടെ സൂപ്പർ മോട്ടോ ആണ്, മോട്ടോ ക്രോസ് ബൈക്ക്. അപ്പൊ ഇത് നമ്മുടെ ഭാരത് മൊബിലിറ്റി എക്സ്പോ 2025 ഇവര് പ്രദർശിപ്പിച്ചിരുന്നു. ഇത് അടുത്ത വർഷം എന്തായാലും ലോഞ്ച് ചെയ്യുമെന്ന് തോന്നുന്നു. ഇതിൽ വരാൻ പോകുന്ന എഞ്ചിൻ ഒരു പുതുതായി ഡെവലപ്പ് ചെയ്ത പുതുതായി ഡെവലപ്പ് ചെയ്ത എഞ്ചിൻ RTX 300 എഞ്ചിൻ ആയിരിക്കും. കമ്പനി ഇതിന് പേര് നൽകിയിരിക്കുന്ന കോഡ് നെയിമാണ് RTSX സൂപ്പർ മോട്ടോർ എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. കാർബറേഷനിൽ ഉണ്ടായിരുന്ന 312 cc എഞ്ചിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ എഞ്ചിൻ കൊണ്ടുവരാൻ പോകുന്നത്. ഇനി കൂടുതലും അവരുടെ മോഡലുകളിൽ ഈ എഞ്ചിനായിരിക്കും. ഇത് അടുത്ത വർഷത്തെ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഇത് ഒന്നില്ലെങ്കിൽ അൺവീൽ ചെയ്യും അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുകയായിരിക്കും. ഇതൊരു പ്രതീക്ഷയാണ്. സാധ്യത എന്തായാലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ഇത് കൊണ്ടുവരാനുള്ള പ്രധാന കാരണം ഇന്ത്യയിൽ മോട്ടോ ക്രോസ് ബൈക്കിന്റെ ഒരു സാധ്യത കണ്ടിട്ട് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് കമ്പനി നൽകിയിരിക്കുന്ന 17 ഇഞ്ച് വീൽസ് ആണ്. പിന്നെ യൂറോ ഗ്രിപ്പിന്റെ ടയറും ആണ് നൽകിയിരിക്കുന്നത്. 143.5 കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ 240 mm ആണ്. മിക്കവാറും ഇത് 2076 എക്സ്പോയിൽ ഇത് അൺവീൽ ചെയ്യോ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് KTMന്റെ 390 SMCR-നൊക്കെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സാധനം അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ മോട്ടോ ക്രോസ് ബൈക്ക് ഇന്ത്യയിൽ കുറച്ചുകൂടി ഒരു ഫാൻ ബേസ് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പല കമ്പനികളും മോട്ടോ ക്രോസ് ബൈക്കിന് കൊണ്ടുവരുന്നുണ്ട്. TVS ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്തായാലും വണ്ടി പറ്റാ എന്നതിനെ വെച്ച് സംസാരിക്കാം. TVSന്റെ എൻടോർക്കിന്റെ ഒരു അപ്ഡേഷനും കൂടി പറയാനുണ്ട്. നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നില്ലേ എൻടോർക്കിന്റെ ഒരു മാക്സി സ്കൂട്ടർ വരാനായിട്ട്? എന്നാൽ അത് സംഭവിക്കാൻ പോവുകയാണ്. നമ്മൾ
നമ്മുടെ TVSന്റെ എൻടോർക്കിന്റെ ഒരു മാക്സി സ്കൂട്ടർ വരുന്നതായിട്ടൊരു ഉമറ് കേൾക്കുന്നുണ്ട്. ഇത് മാക്സി സ്കൂട്ടറാന്ന് ഉറപ്പിക്കാനുള്ള കാര്യം ഹേഡ എയറോക്സും ഹീറോന്റെ സൂം 160ക്കും എതിരെയാണ് ഇത് വരുന്നത്. എയറോക്സ് 155cc സൂം 160ക്കും എതിരെയാണ് ഈ സ്കൂട്ടർ വരാൻ പോകുന്നത്. വരാൻ പോകുന്ന സ്കൂട്ടർ ഏത് സെഗ്മെന്റിലായിരിക്കും വരാൻ പോകുന്നതെന്ന് പലർക്കും സംശയം ഉണ്ടാവും. ഇതൊരു മാക്സി സ്കൂട്ടർ ആയിട്ടായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൊണ്ടുവരാൻ പോകുന്നത്. ഈ 2025 നടക്കുന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ഇതിന്റെ സൂചനകൾ TVS നമുക്ക് നൽകുന്നതാണ്. നിലവിലുള്ള എൻഡോർക്ക് തന്നെ 125cc ഭയങ്കര ഹിറ്റാണ്. അത് മാക്സി സ്കൂട്ടർ സെഗ്മെന്റിൽ സ്പോർട്സ് സ്കൂട്ടർ സെഗ്മെന്റിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പൊളിക്കും. ഒരു ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആയിട്ടുള്ള 150cc എഞ്ചിനാണ് TVS എൻഡോർക്കിന് നൽകാൻ പോകുന്നത്. നിലവിൽ ഇപ്പൊ എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് അവർ യൂസ് ചെയ്യുന്നത് 150cc സെഗ്മെന്റിൽ. അത് നമ്മുടെ അപ്പാച്ചിയിലൊക്കെ തന്നെ ചിലപ്പോൾ എഞ്ചിൻ തന്നെയായിരിക്കാം ഇതിനകത്ത് അവർ യൂസ് ചെയ്യാൻ പോണം. അത് സ്കൂട്ടറിന്റെ രീതിയിലോട്ട് അത് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. എൻടോർക്കിന്റെ 150cc വരാൻ പോകുന്നതിന്റെ സൂചനകൾ മാത്രമാണ് നമുക്ക് ലഭിച്ചേക്കണം. നിലവിൽ ഇപ്പോ മറ്റ് ടെസ്റ്റിങ്ങിന്റെയോ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോ അത് ഡെവലപ്മെന്റ് സ്റ്റേജിലായിരിക്കാം. ഉടനെ തന്നെ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല ഇതൊരു വാല്യൂ ഫോർ മണിയിലായിട്ടായിരിക്കും TVS കൊണ്ടുവരിക. നമ്മുടെ BMW C400 GTA ഇൻസ്പയർ ചെയ്തുള്ള ആ ഡിസൈൻ വെച്ചുള്ള ആ സെയിം സാധനം തന്നെ ഒരു 150cc തന്നു കഴിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. ആ വണ്ടി ഓടിച്ചു നോക്കിയപ്പോ തൊട്ടുള്ളൊരു ഡ്രീമാണിത്. TVS സാധിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാക്സി സ്കൂട്ടർ സെഗ്മെന്റിലോട്ട് TVS വരട്ടെ ഊർജം പകരാനായിട്ട്. കൂടുതൽ പറഞ്ഞ് വീഡിയോ നീട്ടുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ ലൈക്കും ഷെയറും ചെയ്തേക്കുക.